സർക്കാർ വാഗ്ദാനം പാലിച്ചില്ല. പുതുവർഷ ദിവസം യലഹങ്കയിൽ കുടിയൊഴിപ്പിച്ചവർക്ക് വീടുകൾ കൈമാറുമെന്ന പ്രഖ്യാപനം നടപ്പിലായില്ല. 13ാം ദിവസവും തകർത്തെറിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിയുകയാണ് നൂറുകണക്കിന് മനുഷ്യർ. കർണാടക സർക്കാർ മുന്നറിയിപ്പില്ലാതെ ബുൾഡോസറുമായി എത്തി ഫക്കീർ ലേഔട്ടിലും വസീം ലേഔട്ടിലും 200ഓളം വീടുകൾ തകർത്തെറിഞ്ഞ സംഭവം വിവാദമായപ്പോഴാണ് സർക്കാർ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത്. അർഹരായവർക്ക് ബൈപ്പനഹള്ളിയിൽ ജനുവരി 1 മുതൽ വീട് കൈമാറുമെന്നായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം. എന്നാൽ വീട് എവിടെയാണ് നൽകുന്നത്, നൽകാനുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തിയായോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പുനരധിവാസം വാഗ്ദാനം മാത്രമായി അനന്തമായി നീളുമെന്ന കാര്യം ഉറപ്പായി. ബുൾഡോസർ രാജ് നടപടിയിലൂടെയുണ്ടായ വിവാദത്തിൽ നിന്ന് തലയൂരാനുള്ള തന്ത്രം മാത്രമാണ് സർക്കാർ നടത്തിയ പുനരധിവാസ പ്രഖ്യാപനമെന്ന ആക്ഷേപമുയരുകയാണ്. ഈ വീടുകളുടെ പണി, ഈ ഫ്ലാറ്റുകളുടെ പണി ശരിക്കും പൂർത്തിയായിട്ടില്ല എന്നതാണ് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത്. കാരണം ഇനിയും അതിൻ്റെ കുറേ ജോലികളുണ്ട്, ബാക്കിയുണ്ട്. ആ ജോലികൾ തീരാത്ത വീട്ടിലേക്ക് എങ്ങനെ അവരെ പാർപ്പിക്കാൻ സാധിക്കുന്നത്? അതിൻ്റെ അത്യാവശ്യ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളിൽ എങ്ങനെ താമസിക്കാൻ പറ്റും? ഇപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ചില വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകൾ മാത്രം. അതിലും അറ്റകുറ്റപ്പണികൾ, ഇനിയും പണികൾ കുറേയുണ്ട്. പുനരധിവാസത്തിനായി അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള സർവേ നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല. ഫക്കീർ ലേഔട്ടിലും വസീം ലേഔട്ടിലും വർഷങ്ങളായി താമസിക്കുന്നവരിൽ പലരും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. 30 വർഷത്തോളമായി താമസിക്കുന്ന ജാഫറിന്റെ കുടുംബം രേഖകൾ സമർപ്പിച്ചിട്ടും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ജാഫറിന്റെ ഭാര്യ അസ്മ പറഞ്ഞു. हम 2 साल से इधर है, मेरा हस्बैंड 30 साल से इधर ही है. मेरा शादी होके 10 साल हो गया. ಇವಾಗ ಎಲ್ಲರೂ ಮನೆ ಕಟ್ಕೊಂಡು ಎಲ್ಲರೂ ಇದ್ದಾರೆ. ನಾವು ಆ ಥರನೇ ಬಡವ್ರು ಅಂದ್ಕೊಂಡು ನಾವು ಇಲ್ಲೇ ಮನೆ ಕಟ್ಕೊಂಡಿದ್ದೀವಿ. ಇವಾಗೆಲ್ಲ ಡೆಮೋಲೇಷನ್ ಆದಮೇಲೆ ಅಂದರೆ ಮಾಡಿಕೊಡ್ತೀವಿ, ನಿಮಗೆ ಒಳ್ಳೇದೇ ಮಾಡ್ತೀವಿ ಅಂತ ಯಾರೂ ಹೇಳ್ತಾ ಇಲ್ಲ. ಎಷ್ಟು ವರ್ಷದಿಂದ ಇದ್ದೀರಾ, ನಿಮ್ದಿಲ್ಲಿ ಮ್ಯಾಪಲ್ಲಿ ನಿಮ್ಮ ಮನೆ ಇಲ್ಲ ಅಂತ ಎಲ್ಲ ನಮಗೆ ಉಲ್ಟಾ ಕ್ವಶನ್ ಎಲ್ಲ ಕೇಳ್ತಾವ್ರೆ. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് താൽക്കാലിക താമസ സൗകര്യമെങ്കിലും ഒരുക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ശുചിമുറികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം കഴിയുന്നത്. സ്വന്തമായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതുവർഷ ദിനത്തിലും കൊകിലുവിലെ കണ്ണീരുണങ്ങുന്നില്ല. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കഴിയുകയാണ് നൂറുകണക്കിന് മനുഷ്യർ. പുതുവർഷ ദിനം മുതൽ പുതിയ വീടുകൾ കൈമാറുമെന്ന വാഗ്ദാനവും നടപ്പിലായില്ല. കൊകിലുവിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.